Hello, guys. Welcome to my new blog. Day 2 of transformation ആണ്. ഇന്ന് ഇച്ചിരി മടിയുണ്ട് കേട്ടോ. സോ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ ഒന്ന് പോയി വർക്കൗട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു വെളിവില്ല, എല്ലാം ആയി വരുന്നുള്ളൂ. ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗായ്സ്, റെഡിയായി. ഇച്ചിരി പതുക്കെയാണ് റെഡിയായത്. നല്ല തണുപ്പുണ്ട്. ഇപ്പം നമുക്ക് ജിമ്മിലോട്ട് പോവാം. ഇന്ന് ലെഗ് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ലെഗ് ചെയ്തിട്ട് ബാക്കി ചിലപ്പോൾ കോറോട് ചെയ്യും, ഉറപ്പില്ല, മടിയാണ്. പിന്നെ നമുക്ക് നോക്കാം. സോ 5:30 ആയി. ഓക്കെ. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ഡയറ്റൊന്നും അല്ലായിരിക്കും. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എല്ലാം പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നമുക്ക് എന്തായാലും ജിമ്മിലോട്ട് പോവാം. ഇത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കണം. ഗായ്സ്, എൻ്റെ ജന്മത്തിൽ ഞാൻ ഈ ജിമ്മിൽ ഇങ്ങനെ വണ്ടിയില്ലാതെ കണ്ടിട്ടില്ല. ഇത് ഈ ഏരിയയിൽ ഒരു സെൻട്രലുള്ള ജിമ്മാണ്. എനിക്ക് അടുത്താണിത്. പക്ഷേ എനിക്കൊന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും മടിച്ച് വീട്ടിലിരിക്കുക. ഗായ്സ്, ഇതാണ് നമ്മുടെ ജിമ്മ്. സാധാരണ നമുക്ക് ഇവിടെ ഫുൾ ആളാണ്. നമുക്ക് ഒരു മെഷീൻ പോലും സമയത്തിന് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണ ഒരു മെഷീൻ കിട്ടണേ. കാരണം അതുപോലെ തിരക്കാണ് ഇവിടെ. ഇന്നത്തെ ഭാഗ്യത്തിന് അത്രയും തിരക്കില്ല. ഗായ്സ്, 10K സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പരിപാടി നോക്കണം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. സോ മാക്സിമം നമ്മുടെ ഡേ ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. സോ ഞാനിപ്പം ഒരു 5 കിലോമീറ്റേഴ്സ് ട്രെഡ്മില്ലിൽ നടന്നു. സോ ഇറ്റ്സ് ഷോയിങ് അറൗണ്ട് 6,000 സംതിങ് സ്റ്റെപ്സ് ആണ്. സോ നമുക്കിനി അടുത്തത് വീട്ടിലേക്ക് പോകാം. സോ നമ്മുടെ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാലറി കൗണ്ട് ചെയ്യാറില്ല. ഇപ്പോൾ കാലറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും കാലറി നോക്കാറില്ല. ബിക്കോസ് കൂടുതലും മാക്രോസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. സോ ഗൈസ്, കോളേജിൽ കുറച്ച് അസൈൻമെൻറ്റ് വർക്ക് കൂടെ ചെയ്യാനുണ്ട്. സോ അതോടെ കഴിഞ്ഞിട്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചിന്തിക്കുന്നുള്ളൂ. ആക്ച്വലി വിശപ്പൊന്നുമില്ല. വിശക്കുമ്പോൾ കഴിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഡയറ്റ് നോക്കുന്നത്. ടൈമൊന്നുമില്ല, വിശക്കുമ്പോൾ കഴിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അസൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനൊരു സിനിമയൊക്കെ ഇട്ടിരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. സോ ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 5 ഹോളെക്സ് ആണ്. സമയം ഇപ്പോൾ ഇവിടെ ഒരു 9:30 ആയി. വൈകുന്നേരം നല്ല മഴയാണ് ഗൈസ്. സോ നടക്കാൻ പോകുന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷേ ഇന്നിനും പറ്റത്തില്ല. സോ നമ്മളതുകൊണ്ട് അടുത്ത പ്ലാൻ ഇനിയും പള്ളിയിലേക്ക് പോകാനാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ സാറ്റർഡേ വൈകുന്നേരമാണ് പള്ളി. സോ ഇത് ഞങ്ങളുടെ ഒരു പള്ളിയുടെ ഒരു അവൈലബിലിറ്റി പോലെയൊക്കെയാണ്. സോ എന്തായാലും നമുക്ക് ഒരുങ്ങി പള്ളിയിലേക്ക് പോകാം. ഗായ്സ്, നമ്മൾ അടുത്ത മീല് ഇപ്പോൾ ഇവിടെ ഒരു 5 മണിയായ സമയം. സോ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം നമ്മൾ ഫില്ലായിട്ട് ഇരുന്നോളൂ. ഇത് 1 സ്കൂപ്പാണ് ഞാൻ എപ്പോഴും കഴിക്കുന്നത്. 2 സ്കൂപ്പൊക്കെ ഇപ്പോൾ പ്രോട്ടീൻ ടേക്ക് നമ്മൾ ഒരു ഡെയിലി ലിമിറ്റിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ളൂ. എപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇന്നിപ്പം രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പിന്നെ ഒന്നും വേറെ കഴിച്ചില്ല. അതുകൊണ്ട് നമ്മൾ
സപ്ലിമെൻ്റായിട്ട് എടുക്കുന്നതേ ഉള്ളൂ ഇത്. പള്ളിയിലെത്തി എല്ലാവരെയും കണ്ടു ഒന്ന് സംസാരിച്ചു, നല്ലവണ്ണം കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ വീട്ടിലോട്ട് വന്നു. സോ ഗായ്സ്, ഡിന്നർ ടൈമായി. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു. പള്ളിയിൽ പോയപ്പോൾ ഒരു കോഫി കുടിച്ചായിരുന്നു. അവിടെ പള്ളി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോഫി കുടിച്ചായിരുന്നു. സോ അത് കഴിഞ്ഞപ്പം ഫ്രണ്ട്സ് പറഞ്ഞു അവരിങ്ങോട്ട് വരുന്നെന്ന്. സോ അതുകൊണ്ട് ഡിന്നറിന് ഞാൻ പോർക്ക് ഷോൾഡർ ചോപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ വരുമ്പോൾ അവർക്കായിട്ടും എനിക്കുള്ള ഡിന്നറിന് വേണ്ടി പോർക്ക് ഷോൾഡർ ചോപ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ്. സോ ഇത് ബേസിക്കലി ഒന്നുമില്ല, കുറച്ച് മാരിനേറ്റ് ചെയ്തതാണ് ഓൾറെഡി. ഇതിൽ ഇച്ചിരി ഷുഗർ ഉണ്ട്, പക്ഷെ സാരമില്ല. ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും ചെറിയൊരു ഇതിന് വേണ്ടി നമുക്ക് എഫക്റ്റ് ആകത്തില്ല. കാരണം അത്രയും പ്രോട്ടീനും ഫാറ്റും ചെല്ലുന്നുണ്ട്, അത്രയും ഷുഗർ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ ഓൾറെഡി ലോ കാർബ് സീറോ കാർബിലോട്ടാണല്ലോ പോകുന്നത്. അപ്പം നമുക്കിത് ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് കാണിച്ചേക്കാം. സോ അവൻ ഞാനൊരു 250 പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 5 minutes 10 minutes. സോ ഗായ്സ്, നമ്മൾ അവൻ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 70 gram ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് ഇത് അവനിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. പിന്നെ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഷോൾഡർ ചോപ്സ് എടുത്ത് ഇതിലേക്ക് ഇടാം. ഗായ്സ്, നമ്മുടെ പോർക്ക് ചോപ്സ് വെക്കാനുള്ള അവൻ ട്രേ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ പോർക്ക് ചോപ്സ് ആയിട്ട് വെക്കാം. ചൂട് കാണും കേട്ടോ, കണ്ടോ ഒരു ശബ്ദം കേട്ടോ, ഒരു സാധാരണ ശബ്ദമല്ല. അടുത്തൊരു വലിയ പീസ. ഗായ്സ്, എന്നിട്ട് ഇതിനെ നമുക്കൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1.5 മണിക്കൂർ വെക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ 1/2 മണിക്കൂർ, പിന്നെ 160 ബാക്കി 1 മണിക്കൂറും. ഗായ്സ്, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് വന്ന് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 12 മണിയായപ്പോൾ കിടന്നുറങ്ങി. സോ അതിൻ്റെ വിഷ്വൽസ് കിട്ടിയില്ല. വിഷ്വൽസ് എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. സോ അതായിരുന്നു ഇന്നത്തെ ദിവസം. സോ എങ്ങനെയൊക്കെയോ നമ്മൾ Day 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ കാണാം. ബൈ ഗായ്സ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്താണ് കുറവെന്ന് പറയുക, അല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ലെങ്കിൽ ആരും കാണണ്ട. ഓക്കെ, സീ യു ഗായ്സ്.